ഇതേപോലെ മാസീവായിട്ടുള്ള എഞ്ചിനും വെച്ചിട്ട് 60-70 മൈലേജ് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. 60-70 മൈലേജ് കിട്ടണമെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് എഞ്ചിൻ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 60-70 മൈലേജ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ കമ്പനി പറയുന്ന പ്രോപ്പർ മൈലേജ് നമുക്ക് എങ്ങനെ കിട്ടുമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും മാറിയിരിക്കണം. കുറേ നേരം വെയിലത്ത് വെക്കാതിരിക്കുക. വെയിലത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ പെട്രോൾ വേപ്പറായി പോകാം. മൈലേജ് കിട്ടാനായിട്ട് RPM കൺട്രോൾ ചെയ്യാനായിട്ട് 4000 RPM 5000 RPM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവാറില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ചിലർ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും വണ്ടി നല്ല ഹയർ RPM-ലായിരിക്കും ഓരോ ഗിയറിലും വണ്ടി ഓടിക്കുന്നത്. ഐ മീൻ ഈ ഒരു RPM-ൽ വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഈ ഒരു ഹയർ RPM-ൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒട്ടും മൈലേജ് കിട്ടത്തില്ല. കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് ലഭിക്കത്തില്ല. ഓരോ ഗിയറിലും ഹയർ RPM-ൽ വണ്ടി ഓടിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മളെ കാർബറേറ്ററിൻ്റെ കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ട്യൂണിങ്ങിലും കാര്യങ്ങളിലും വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസിക് 500-ന് എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു 37-38 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടി ഏതാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ടെന്ന് ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്യും.